4 വർഷ ബിരുദ കോഴ്സിന്റെ സെക്കൻഡ് സെമസ്റ്ററിലെ പാഠഭാഗത്തിലേക്ക് പോകാം. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം ചലച്ചിത്ര ഗാന പഠനം എന്നതാണ്. അപ്പൊ ഇന്ന് അതിന്റെ 1ഉം 2ഉം മോഡ്യൂളും അതിനോടൊപ്പം നോട്ടും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇതില് ആ ഒരു ചലച്ചിത്ര ഗാന പഠനം എന്നുള്ളത് നമുക്കറിയാലോ, ചലച്ചിത്രങ്ങൾ അല്ലെങ്കിൽ മലയാള സിനിമാ രംഗം എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതില് ചലച്ചിത്ര ഗാനങ്ങൾ തന്നെ വളരെയധികം ഗാനങ്ങളുണ്ട്. അപ്പൊ ഇത് ഓരോ കാലഘട്ടം തിരിച്ചാണ് ഇതിന്റെ മോഡ്യൂള് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, അതിന്റെ പ്രാരംഭഘട്ടം, വിവിധ ഗാനശാഖകളുമായിട്ടുള്ള അതിന്റെ ബന്ധം. അതായത് മലയാള ചലച്ചിത്രം ഗാനങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പാണ് നാടക ഗാനങ്ങൾ രൂപപ്പെട്ടത്. നാടകത്തിൽ നടീനടന്മാർ പാടി അഭിനയിക്കുന്ന രീതി ഉണ്ടായിരുന്നു, പിന്നണിയിൽ നിന്ന് പാടുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഈ കഥകളി, ചാക്യാർ കൂത്ത് തുടങ്ങിയ ജനകീയ കലകൾ അല്ലാതിരുന്ന കലകൾ, ജനകീയ കലകളിൽ പെടുന്നതല്ലല്ലോ കഥകളിയും മറ്റും. കൂത്തും കൂടിയാട്ടവും, അല്ലെങ്കിൽ കൂടിയാട്ടം പോലും ജനകീയ കല എന്ന് പറയാൻ പറ്റില്ല. കൂത്തും തുള്ളലും ഒക്കെയാണ് പണ്ടത്തെ ജനകീയ കലകൾ. അപ്പൊ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കലാരൂപമായിട്ട് നാടകം കടന്നു വന്നപ്പോൾ നാടകത്തിലേക്ക് ധാരാളം പേര് ആകർഷിക്കപ്പെട്ടു. എന്നാൽ അതിനെ തുടർന്ന് വീണ്ടും നേരിട്ട് കാണാതെ അല്ലെങ്കിൽ നേരിട്ട് അഭിനേതാക്കളെ കണ്ടില്ലെങ്കിലും തിരശീലയിൽ മിന്നിമറയുന്ന ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ചലച്ചിത്രങ്ങളൊക്കെ വളരെയധികം ആരാധകരുണ്ടായി. അപ്പൊ ഇതിന്റെ വിവിധ ഗാനശാഖകളുമായിട്ടുള്ള അതിന്റെ ബന്ധമുണ്ട്. കവിതയും പാട്ടും, അതായത് കവിത പാട്ടാകുകയാണോ, പാട്ട് കവിതയാവുകയാണോ, അല്ലെങ്കിൽ പാട്ടിൽ എത്രത്തോളം കവിതയാകാം, ഇങ്ങനെയുള്ള ചിന്തകളും വരുന്നുണ്ട്. പിന്നെ ശാസ്ത്രീയ സംഗീതം, ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയിൽ ചിട്ടപ്പെടുത്തിയ ധാരാളം ആദ്യകാല ഗാനങ്ങളുണ്ട്. പിന്നെ നാടോടി ഗാനങ്ങൾ ധാരാളമുണ്ട്, നാടക ഗാനങ്ങൾ. പിന്നീട് വരുന്ന നാടക ഗാനങ്ങളുമായിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളുടെ ബന്ധമാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. ഫസ്റ്റ് മോഡ്യൂളിന്റെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് മലയാള സിനിമാ ഗാനങ്ങൾ, നീലക്കുയിലിന് മുമ്പ്, നിർമ്മല, പ്രഹ്ലാദ തുടങ്ങിയ സിനിമകൾ, അതിലെ ഗാനശില്പികൾ, പിന്നെ പാടി അഭിനയിക്കുന്ന രീതി. അതായത് പണ്ടത്തെ കാലത്ത് ഈ റെക്കോർഡിംഗ് എന്നല്ല ഉള്ളത്, പാടി അഭിനയിക്കുന്ന രീതിയായിരുന്നു. പിന്നെ ആണ് പിന്നണിപ്പാട്ടുകാരുടെ വരവ്. അപ്പൊ അതിന്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പിന്നണി ഗായകരുടെ കടന്നുവരവാണ്. നീലക്കുയിൽ, പി ഭാസ്കരൻ, കെ രാഘവൻ കൂട്ടുകെട്ട്. അതിലാണല്ലോ എല്ലാരും ചൊല്ലണ എന്നുള്ള പാട്ടൊക്കെ വന്നത്. നീലക്കുയിൽ എന്ന സിനിമ ധാരാളം പ്രേക്ഷകരെ നേടിയൊരു ഫിലിമാണ്. പി ഭാസ്കരനും കെ രാഘവനും ആയിരുന്നു അതിലെ കൂട്ടുകെട്ട്. അപ്പൊ കേരളത്തിലെ നാടോടി ഈണങ്ങളെ വേർതിരിച്ചെടുത്ത ഒരു